കാഴ്ചയില്ലാത്ത കുട്ടികൾ ആ മട്ടിൽ കരാട്ടെ പഠിച്ച് പ്രതിരോധ ശക്തി നേടുന്നു. കേരളത്തിലെ മറ്റൊരു സ്കൂളിൽ കാഴ്ചയുള്ള കുട്ടികൾ കായികറികൾ ഉൽപ്പാദിപ്പിക്കുന്നു, സന്തോഷിക്കുന്നു. ചെമ്പഴന്തിക്ക് സമീപം ചെങ്കോട്ടുകോണത്താണ് ഈ പച്ചക്കറി സ്കൂൾ. കപ്പ, വാഴ, വെണ്ട, പാവൽ, വെള്ളരി, ചീര, പച്ചമുളക്, കറിവേപ്പില. പരിരക്ഷകർ കുട്ടികൾ, ഉപദേശകർ അധ്യാപകർ, ആയമാർ. ജൈവവളം മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് സഹായിക്കുന്നു. കൂട്ടുകാരുടെ കൂടെ നല്ല രസമായിട്ട് ഇവിടെ കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഇൻ്റർവെൽ സമയത്തൊക്കെ ഇവിടെ വന്ന് നോക്കാറൊക്കെ ഉണ്ട്. ടീച്ചേഴ്സ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ എല്ലാ കുട്ടികളെ എല്ലാവരും ചേർന്നാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നല്ലൊരു സംരംഭമാണിത്. ഇപ്പോൾ ഇത് ചെറിയ രീതിയിലാണ് നടക്കുന്നതെങ്കിലും ഭാവിയിൽ നല്ലതുപോലെ വരുമെന്ന് പ്രത്യാശിക്കുന്നു. ഇവിടെ വന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ ആകുമ്പോൾ കൂടുതൽ സന്തോഷം. ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. നേച്ചറിനെ കുറിച്ച്, കൂടുതൽ ചെടികളെക്കുറിച്ച്, കൾട്ടിവേഷനൊക്കെ കൂടെ നല്ലോണം അറിയാൻ പറ്റുന്നുണ്ട്. ഇതൊരു വാസ്റ്റ് ഏരിയ. ഞങ്ങൾക്ക് ശരിക്കും എൻജോയബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണിത്. ഞങ്ങൾക്ക് എപ്പോഴെങ്കിലും ഫ്രീ പീരീഡ് കിട്ടുമ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആണിത്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഒരു സ്കൂളിൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടുമെന്ന് ഞങ്ങൾ ഒട്ടും വിചാരിച്ചില്ലായിരുന്നു. അപ്പോൾ പ്രിൻസിപ്പളും ടീച്ചേഴ്സെല്ലാം ഭയങ്കര സപ്പോർട്ടാണ്. ബയോളജി ടീച്ചേഴ്സ് നമ്മൾ പഠിക്കുന്ന കാര്യം തന്നെ ഞങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് സിറ്റിയിൽ വളർത്തുന്ന കുട്ടികൾക്കും ഈ കൃഷിയുടെ മഹത്വവും അതിൻ്റെ പ്രാധാന്യവും ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പദ്ധതിയാണ്. മണ്ണിനെ സ്നേഹിക്കുന്ന കുട്ടികൾ കുറച്ചുകൂടെ നല്ല മനുഷ്യരായിട്ട് തീരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഒരു മതിൽക്കെട്ടിനുള്ളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ഈ ഒരു അന്തരീക്ഷം, ഇങ്ങനെ വിശാലമായിട്ടുള്ളൊരു അന്തരീക്ഷം കിട്ടുന്നതിന് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. പിന്നെ അതുപോലെ ഇവിടെ പച്ചക്കറിയാണ് നല്ലതായിട്ട് കൃഷി ചെയ്യുന്നത്. അപ്പോൾ അവർക്കിത് കാണുന്നത് തന്നെ ഏറ്റവും വലിയൊരു സന്തോഷം. പിന്നെ കൂടാതെ അവർക്ക് ഈ ഇൻ്റർവെൽ സമയത്തൊക്കെ ഇവിടെ വരാനും, അതുപോലെ അവർക്ക് ക്ലാസ്സിൽ ടീച്ചേഴ്സ് തന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇതുമായിട്ട് ഇടപഴകാനുള്ള അവസരം കിട്ടുന്നു. മണ്ണിൽ തൊടുക എന്ന് പറഞ്ഞാൽ എന്തോ മോശമാണ് എന്നൊരു ഏർപ്പാട്, ഒരു സ്വഭാവം അറിയാതെ കുട്ടിയുടെ മനസ്സിലുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ പ്ലാനിങ്ങിലോ വിദ്യാഭ്യാസത്തിൻ്റെ നടത്തിപ്പിലോ ഒക്കെ പറ്റിയ കുഴപ്പമാണ്. അപ്പോൾ ആ സ്ഥലത്ത് മണ്ണിനെ സ്നേഹിക്കുക, മരങ്ങളെ സ്നേഹിക്കുക, ചെടികളെ സ്നേഹിക്കുക, അതിലൂടെ നല്ല മനുഷ്യരാകാൻ അവരെ പ്രാപ്തരാക്കുക. ഈ ഒരു ആശയമാണ് ഞങ്ങൾ ശരിക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. SN പബ്ലിക് സ്കൂളിലെ കുട്ടികൾ കൃഷിക്കാർ മാത്രമാണെന്ന് കരുതരുത്. പ്രകൃതിയുമായുള്ള നിരന്തര ബന്ധം അവരുടെ പഠനത്തെയും സഹായിക്കുന്നു. 100% വിജയമാണ് എല്ലാ വർഷവും. കായികറികൾക്ക് സ്തുതി.